ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഈ വെക്കേഷൻ സമയത്ത് പോയ ഒരു വൺ ഡേ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അങ്ങനെ വണ്ടിയിലുള്ളവർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നത്. പിന്നെ അതാ ഇതിപ്പോൾ എൻ്റെ മൂത്തുമ്മ ഉണ്ട്, എൻ്റെ ഇത്തായ ഉണ്ട്, ഞങ്ങൾ എല്ലാവരോടും കൂടി യാത്ര പോവുകയാണ്. ഫസ്റ്റ് പോണത് പാണിയേലി പോരിലേട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കണത്. അപ്പോൾ അതായത് ഇതുപോലെ വണ്ടിയിൽ ഫുഡൊക്കെ കരുതിയിട്ടാണ് നമ്മൾ പോയത്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയിട്ടോ. ഇപ്പോൾ പാണിയേലി പോരിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ എല്ലാവരോടും കൂടി ഒന്നിച്ച് നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരോടും കൂടി നിന്ന് ഫോട്ടോസ് എടുക്കൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ സ്വന്തം ഗ്രൂപ്പായിട്ടുള്ള ഈ അൽമാവുന ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ മൂന്നാമത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ഒരു വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോസും കൂടെ വരാനുണ്ട്. പക്ഷെ അത് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റ് ചെയ്ത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തു. അത് എളിമായും കൂടെ കൂടി ഈ ഒരു ഫോട്ടോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാണിയേരി പോരൊക്കെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്ത്, അതായത് കാലിനൊക്കെ നടക്കാനൊക്കെ പറ്റുന്ന സമയത്ത് പോവാട്ടോ. വയസ്സല്ല ഇതിനകത്ത് പ്രധാന. വയസ്സിൽ വലിയ കാര്യമൊന്നുമില്ല. വയസ്സായാലും ചിലവരൊക്കെ നല്ല സ്പീഡിൽ എല്ലായിടത്തോടും ഓടി പോകുന്നുണ്ട്. അപ്പോൾ അതെ, ഈ ഒരു ഏർമാടം വരെയൊക്കെ കേട്ടോ മൂത്തുമായും എളിമായൊക്കെ വന്നോളൂ. കാരണം അവർക്ക് പിന്നെ നടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്നു. അവിടെ ഒരു ഊഞ്ഞാലും. അപ്പോൾ ഇവിടം വരെ തന്നെ അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെയും നടക്കാനുണ്ട്. പിന്നെ നടപ്പെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക, ദുർഘടം പിടിച്ച പാതകളൊക്കെയാണ്. കാരണം ഈ കല്ലും ഒക്കെ ആയിട്ട് പാറക്കല്ലിൻ്റെ ഒക്കെ മുകളിൽ കൂടെ ഒക്കെ പോകണം. അപ്പോൾ കുറച്ചുകൂടെ പാടാ പോകാനായിട്ട്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളവും ഒക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ ഒന്ന് കുളിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ നീന്തി കളിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോണ വഴിക്കൊക്കെ ഇതുണ്ട്, എന്താ പറയുക, തേക്കിന്റെ മരങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ ഈ പുഴുക്കളില്ലേ, വിശേഷിച്ച് കറുത്ത പുഴുക്കൾ ഒരുപാട് ഇങ്ങനെ പടപടയെന്ന് പറഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഒരു കമ്പൊക്കെ എടുത്ത് ഈ പുഴുവിനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ എല്ലാവരും ഇറങ്ങുകയൊക്കെ ചെയ്യണ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതും കഴിഞ്ഞ് പോയാലാണ് ആ ഒരു നല്ല ഇതിന്റെ പാണിയേലി പോരെന്ന് പറഞ്ഞ ആ ഒരു കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരണം കേട്ടോ. അപ്പൊ കുറെ പേര് ഇവിടെ വന്നപ്പോൾ നിന്നു. കുറച്ച് പേര് പിന്നെ മുന്നോട്ട് പോയി. പിന്നെ ഇവിടെയൊക്കെ ഈ ഫോറസ്റ്റിന്റെ തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല അങ്ങനെയൊക്കെ. പിന്നെ ഈ പാലമൊക്കെ ആണെങ്കിലും ഈറ്റ കൊണ്ടുള്ള പാലാണ്. അപ്പൊ നമ്മൾ അധികം പേരൊന്നും അങ്ങനെ അതിനകത്ത് കയറി നിൽക്കാനൊന്നും പാടില്ല. നോറയുടെ പ്രയാണം പോലെ ഇതുപോലത്തെ ഒരു 3-4 പാലം കടന്നു വേണം കേട്ടോ ഒറിജിനൽ ആ ഒരു പോരിന്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അൽ മൗന എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വിവാഹ വസ്ത്രങ്ങൾ ഫ്രീ ആയി കിട്ടുന്ന സ്ഥലം എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മുടെ ഈ അൽ മൗന ഗ്രൂപ്പിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഫെമീതായും ഫസ്മിയും ആ ഒരു ഗ്രൂപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത് പാണിയേലി പോരിൻ്റെ ആ യഥാർത്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടിയൊക്കെ കുത്തിയതിന് ശേഷം നമ്മളിനി കാപ്രിക്കാട്ടേക്ക് പോവുകയാണ്. 2 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടേഴ്സ്. പിന്നെ നമ്മുടെ ട്രിപ്പിലുണ്ടാകുന്ന പിള്ളേർ സെറ്റാണ് കേട്ടോ ഇതൊക്കെ. ഇവർക്ക് ഉള്ളപ്പോഴാണ് നമ്മുടെ ബസ്സിലൊക്കെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. മറ്റേ കുറേ അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. പ്രായമായവരും മിഡിൽ ഏജിലായിട്ടുള്ളവരും അതുപോലെ കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ട്രിപ്പ് നല്ല രസമാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് ഞങ്ങൾ ചുമ്മാ അച്ചാറും കുറേ സാധനങ്ങൾ അതും ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാപ്രിക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഫ്രീ ആയിട്ട് സംഭാരം തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും സംഭാരം കുടിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ കാപ്രിക്കാട് എത്തിയപ്പോഴും ഇതുപോലെ തന്നെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിനോട് കുറേ പേര് ഇവിടെ ഇരുന്നു. കുറച്ച് പേരാണ് അകത്തേക്ക് കയറി പോയുള്ളൂ കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് 70 രൂപയാണ്. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റും ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊന്നും ഫീസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഈ മാനും മ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ, അങ്ങനെ വളരെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നുമില്ല. നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതല്ല പോണ വഴികളും ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ എന്താ പറയുക, ഇല്ലിത്തുറു അങ്ങനെയല്ലേ പറയണേ, ആ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് വഴിയൊക്കെ. പിന്നെ ഒരു 7 ആനകളായിട്ടുണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആനകളുടെ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ആനപ്രേമികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമായിരിക്കും.
എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആനേനെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ നേരെ അടുത്തേക്ക് ഓടി ചെല്ലാനൊക്കെ പോകുമായിരുന്നു, പിന്നെ പിടിച്ച് നിർത്തുമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു എന്താ പറയുക വേലി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ, അവിടെ അത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് പോരുവാണ്. കാപ്രിക്കാടിൻ്റെയും അതുപോലെ പാണിയേലി പോരിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ, പിന്നെ ഈ ആനകളെങ്ങനെ നമ്മുടെ കോടനാടിൽ നിന്നുള്ള ആനകളൊക്കെയാണ് ഈ ഒരു കാപ്രിക്കാടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴി, അതുപോലെ ഇവിടെ എത്ര ഫീസാവും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ചെറിയൊരു ബഡ്ജറ്റിൽ കുട്ടികളെയും കൊണ്ടൊക്കെ, അതായത് ഫാമിലി ആയിട്ടോ ഒക്കെ പോയി വരാൻ പറ്റിയ നല്ലൊരു സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. കുഞ്ഞു ഒക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ആനയുടെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാവും ആനേനെ കാണാനായിട്ട്. അപ്പൊ അവള് തന്നെ മൊബൈലൊക്കെ എൻ്റെ അടുത്തൊന്ന് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ കാപ്പിക്കാട് ഇരുന്ന് ചോറുണ്ടു, ചോറ്, മീൻകറി, അവിയൽ, സാമ്പാർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കൊണ്ടുവരുമായിരുന്നു കേട്ടോ, നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കണ്ട, കഴിക്കാനൊക്കെ പറ്റിയ നല്ല സൗകര്യമാണ് കേട്ടോ. മഴക്കാലത്ത് പറ്റൂല, വേനൽക്കാലത്താണെങ്കിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ നമ്മൾ നേരെ കുഴിപ്പള്ളി ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ബീച്ചിന് പുറത്ത് കുറച്ച് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്നിട്ട് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് വന്നു. കാരണം വൈകുന്നേരം ആയിരുന്നു ഞങ്ങൾ ബീച്ചിലെത്തുമ്പോഴത്തേനും. ബീച്ച് ഭയങ്കര രസമാട്ടോ, നല്ല രസമുള്ള ഒരു ബീച്ചാണ്, നല്ല വൃത്തിയുണ്ട്. അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്നതിന് 120 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ കടപ്പുറത്ത് ഇരുന്നിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാര്യം തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ തിരക്ക് ഞാൻ നേരത്തെ കോഴിക്കോട് ബീച്ചിന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു തിരക്കല്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കടലിലൊക്കെ ഇറങ്ങി നീന്താനും ഒക്കെ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ 7 വയസ്സിന് മേളിലുള്ളവർക്ക് കേട്ടോ കയറാൻ പറ്റത്തുള്ളൂ. അതും ഈ എന്താ പറയുക, കടലിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണ് 7 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 10 വയസ്സിന് മേളിലുള്ള കുട്ടികളെ കണ്ടിട്ടോ അതിനകത്ത് കയറ്റത്തുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായ ഒരു സ്ഥലം ഈ ഒരു കുഴിപ്പള്ളി ബീച്ചായിരുന്നു കേട്ടോ. കാരണം അവര് നല്ലപോലെ ബീച്ചിൽ ഇറങ്ങി, എന്താ പറയുക, കടലിന്റെ അകത്തേക്ക് ഇറങ്ങി നല്ലതായിട്ട് അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. മറ്റതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആനേനെയൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും അത് ഇങ്ങനെ പ്രകൃതി അങ്ങനെയൊക്കെയാണല്ലോ, അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഇതിങ്ങനെ കുറച്ചുകൂടെ ഒരു ആക്ടിവിറ്റീസ് വരുമല്ലോ ഇതിനകത്ത്. അപ്പൊ അത് കാരണം അതായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടമാവുന്നത്. ഇതാണ് നമ്മുടെ ഒറ്റ ദിവസത്തെ ഒരു ട്രിപ്പിന്റെ ഒരു ഇതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നല്ല സമാധാനത്തിൽ പോയി വന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും സ്ത്രീകളെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ നിസ്സാര പാടല്ല. നമ്മള് 60 ലേഡീസ് ഉണ്ടായിരുന്നു. ഈ ഒരു യാത്ര സാധ്യമാക്കിയ ഫസ്മിക്കും അതുപോലെ ഫെമിതാക്കൊക്കെ ഒരുപാട് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകും. കുഴിപ്പള്ളി ബീച്ചിൽ നിന്നും ഒരു 7:30 നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലിട്ട് പിന്നെ വന്ന വഴിക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ബസ്സിലൊക്കെ ആണെങ്കിലും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും, കുറേ പേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്നാലും പുതിയ ആൾക്കാരൊക്കെ വന്നവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ട്രിപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എപ്പോൾ ട്രിപ്പ് പോയാലും എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിക്ക് മുമ്പൊന്നും അങ്ങനെ പോയിട്ടില്ല ഒരു സ്ഥലത്തും. ഇപ്പം ഈ 3 വർഷമായിട്ടാണ് ഫസ്മിങ്ങിനെ ഇവര് കൊണ്ടുപോകണ കാരണം കൊണ്ട് പോണേ. അപ്പം ഇനിയും ഉള്ള ട്രിപ്പുകളിലൊക്കെ എന്നെയും കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്നും വീട്ടിലിങ്ങനെ ഇരിക്കുമല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് അതുപോലത്തെ നല്ല നല്ല ടൂറുകൾ പോകാൻ നമുക്കെല്ലാം പഠിച്ചവൻ അനുഗ്രഹം തരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നില്ലായിരുന്നു, അതുകൊണ്ട് അത് അടിപൊളി ആയില്ല എന്ന് എല്ലാരും പറഞ്ഞേ. ഏതായാലും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഞാൻ വന്നായിരുന്നല്ലോ, അടിപൊളി ടൂറായിരുന്നു. അതിലും നന്നായിട്ട് നല്ല ടൂറായിരുന്നു. ഇതിലും നല്ല ടൂറുകൾ ഇനിയും പോകാൻ പഠിച്ചത് അനുഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ ഫസ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇടവിടാതെ ഗ്രൂപ്പിൽ ഓരോ മെസ്സേജും ഇപ്പോഴാണെങ്കിലും എല്ലാവരെയും നമ്മളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയി അൽഹംദുലില്ലാ ഇനി കുറവും വരാതെ നമുക്ക് വീടെത്താൻ പറ്റുന്ന നല്ല ടൂറായിരുന്നു, നല്ല അനുഭവമായിരുന്നു. പിന്നെ പാലത്തിൽ കയറിയതൊന്നും ഒരിക്കലും മറക്കില്ല. അൽഹംദുലില്ലാ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കേട് തീർത്തു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇനിയും ഇതുപോലെയുള്ള നല്ല ട്രിപ്പുകൾ പോകാൻ റബ്ബിൻ്റെ സഹായം ഉണ്ടാകട്ടെ. ഇനിയും ഒരു കേടില്ലാതെ നമുക്ക് വീട് വരെ എത്താൻ പറ്റട്ടെ. അസ്സലാമു രീതിയിലും നല്ലൊരു ടൂറ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പേരെടുത്ത് പറയാൻ ഫസ്മി, ഫെമി,
ക്യാഷ് കളക്ട് ചെയ്ത നിസ, പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽമൗന ഗ്രൂപ്പ് ആയിരുന്നു, നല്ല ടൂറാണ്, കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു, നല്ല ഫുഡായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ടൂറായിരുന്നു. ഞങ്ങൾക്ക് ബീച്ചിലെ നല്ല ടൂറായിരുന്നു. ടൂർ അടിപൊളിയായിരുന്നു. ബീച്ചായിരുന്നു അടിപൊളി, സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്നും സംസാരം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പൊ അതായത് കുറച്ച് പേരിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, എല്ലാവരും കിടന്ന് നല്ല ഉറക്കമായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രം എണീറ്റിരിക്കുന്നുണ്ട്. എന്താ പറയുക, ചാള കെട്ടിയിട്ട പോലെ എല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല എപ്പോഴും എന്നും ഓർമ്മയിലിരിക്കാൻ പാകത്തിനുള്ള നല്ലൊരു മൊമെന്റ്സ്. ഈ ഒരു ബഡ്ജറ്റിൽ പോയി വന്ന നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള കുട്ടി കുട്ടി ട്രിപ്പുകളൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലങ്ങളും ഒക്കെയാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്